നമസ്കാരം. കുണുവാവ എന്ന പേര് ഔദ്യോഗികമായി ആരുടേതാണ്? സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പത്തിന് ഇപ്പോൾ ഒരു പരിസമാപ്തി ഉണ്ടായിട്ടുണ്ട്. ആരെയാണോ ഇത്രയും ദിവസം ഉദ്ദേശിച്ചിരുന്നത് ആ വ്യക്തിക്ക് തന്നെ ഒഫീഷ്യലി ആ പേരിപ്പോ ചാർത്തി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ദേ, ലീഗ് മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയിൽ ഇന്ന് വന്ന വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളാണ്. കുമാരപിള്ള മുതൽ കുണുവാവ വരെ നമ്മുടെ രാഹുൽ മാങ്കാണ്ടിക്കൂട്ടത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒഫീഷ്യലി കുണുവാവ ആരാണെന്നുള്ള സ്ഥിരീകരണം ചന്ദ്രിക തന്നെ കൊടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ നാട്ടുകാർക്ക് ആർക്കും അറിഞ്ഞുകൂടാന്ന് പറയരുത്. കാര്യം ഈ കുണുവാവ ഞാനല്ല എന്ന് വരുത്തി തീർക്കാനുള്ള വിദഗ്ധ ശ്രമം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ മാങ്ങാണ്ടിക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള NV വൈശാഖൻ ഇക്കഴിഞ്ഞ ഡിസംബർ 11 ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെ ഈ കുണുവാവ എന്ന പേര് അങ്ങ് എഴുതു വിട്ടത്. അത് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ പേര് തനിക്ക് ചാർത്തി കിട്ടുമെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിദഗ്ധമായിട്ട് പിന്നീട് മുതൽ ചാനൽ ചർച്ചകളിലെല്ലാം അദ്ദേഹം കയറിയിരുന്ന് SFIക്കാരെയും മറ്റുള്ളവരെയൊക്കെ എല്ലാം കുണുവാവ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഞാനല്ല, ഇത് ബാക്കിയുള്ളവരുടെ തലയിൽ വെക്കാനുള്ള ഒരു വിദഗ്ധ ശ്രമം അദ്ദേഹം പലപ്പോഴും ഈ ഏഷ്യാനെറ്റ് ഫ്ലോറിൽ ഉൾപ്പെടെ ഇരുന്നുള്ള ചർച്ചകളിൽ നടത്തി. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ ചന്ദ്രികയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇയാളുടെ പ്രവർത്തനവും രൂപവും എല്ലാം വെച്ചുകൊണ്ട് ചേരുന്ന യഥാർത്ഥ പേര് കുണുവാവ എന്ന് തന്നെയാണ്. ഇനിയിപ്പോ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും പോലെ തന്നെയാണ്. കോൺഗ്രസ്സുകാർ കൂടി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കുണുവാവ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അറിയപ്പെടാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ശൈലിയും ലുക്കെല്ലാം വെച്ചിട്ട് നല്ലൊരു കുണുവാവയാണെന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ പ്രവർത്തനം കൊണ്ടുകൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോ ആ കുണുവാവയെ സംബന്ധിച്ച് ഇനി ആരും ആശങ്കപ്പെടേണ്ട. നിങ്ങളുടെ ഒക്കത്തിരിക്കുന്ന ആ കുണുവാവ, ഏത് ഇപ്പോ ജയിലിൽ കിടക്കുന്ന കുണുവാവ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ, അതായത് എന്തോ ഒരു വീരപ്രവർത്തനം ചെയ്തിട്ട് പോയതാണക്കല്ലേ PDPP ആക്ട്, അതായത് പിങ്ക് പോലീസിനെ ആക്രമിക്കുക, പോലീസിന്റെ തലയിൽ പട്ടിക വെച്ച് അടിക്കുക, അവരുടെ സാധനങ്ങൾ നശിപ്പിക്കുക, അങ്ങനെ പൊതുമുതൽ നശിപ്പിച്ചതിന് അകത്ത് പോയി കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് ചന്ദ്രിക ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് അദ്ദേഹത്തിന് ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പേര് കിടന്ന് തർക്കിക്കേണ്ട, അത് ഞങ്ങളുടെ മാങ്കൂട്ടമാണ്, മാങ്കൂട്ടത്തിന് പറ്റിയ പേരാണ്, കാര്യം അത്രമാത്രം നിഷ്കളങ്കമാണ് ഞങ്ങളുടെ കുണുവാവ എന്ന നിലയ്ക്ക് ചന്ദ്രിക തന്നെ അത് ചാർത്തി കൊടുക്കുമ്പോൾ ആരും ഇനി അതിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനവും നടത്തണ്ട. എല്ലാവരും കൈയടിച്ച് ആ പേരിനെ അങ്ങ് അംഗീകരിച്ച് ചാർത്തി കൊടുക്കേണ്ടതേ ഉള്ളൂ. എന്തായാലും ചന്ദ്രികയെ പോലുള്ള പത്രത്തിനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടല്ലോ. നാട്ടിൽ ഗുണമുള്ള ഒരൊറ്റ വാർത്ത വരാത്ത പത്രത്തിൽ ഇങ്ങനെയെങ്കിലും ഒരു കാര്യം, ഒരു വ്യക്തിയെ ഫോട്ടോ വെച്ചിട്ട് കുണുവാവ എന്ന പേര് കൊടുത്ത് ആ പേര് ആരാണ്, ആ പേര് അനുയോജ്യം ആർക്കാണ്, ആ പേരുകാരൻ ആരാണ് എന്ന സ്ഥിരീകരണം കൊടുക്കാനാണെങ്കിൽ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായല്ലോ. അല്ലാതെ ഈ നാട്ടിൽ ഇതിനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഗുണമുണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് നല്ലൊരു കുണുവാവയാണ്. അദ്ദേഹത്തിനെ കണ്ടാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു കുണുവാവയുടെ പ്രവർത്തനമാണ്. കാര്യം ആ NV വൈശാഖന്റെ പോസ്റ്റിൽ വളരെ വിശദമായി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് കുണുവാവയാകുന്നു എന്നുള്ള കാര്യം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതുകൊണ്ട് കുണുവാവ എന്ന പേര് അദ്ദേഹത്തിന് എന്തുകൊണ്ടും ആപ്റ്റ് ആണ്. ആ പേര് കണ്ടെത്തിയ NV വൈശാഖൻ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണോ അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചത് എന്താണോ അത് അതേപടി ഇപ്പോ പതിഞ്ഞു കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ ബ്രാൻഡഡ് നെയിമിന് ആരും അവകാശവാദം ഉന്നയിച്ച് വരണ്ട. ഇനി മുതൽ അത് നമ്മുടെ മാങ്ങാണ്ടിക്കൂട്ടത്തിന് അഥവാ കുണുവാവ കൂട്ടത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. ഇതിനു വേണ്ടി ഇവിടെ കടിപിടി കൂടരുത്. കോൺഗ്രസിനകത്ത് തക്കുടുവാവകളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുണുവാവ അത് നമ്മുടെ യൂത്ത് വ്യാജം പ്രസിഡന്റ് തന്നെ എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരുമ്പോൾ എല്ലാവരും ഇതിനെ കൈയടിച്ച് സ്വീകരിക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്.